ഇങ്ങോട്ട് മാറിക്കടാ. നിന്നോടാരും ഇങ്ങോട്ട് വരാൻ പറ. നീ അങ്ങോട്ട് മാറാ. നീ ഇവളെ പിടിച്ച് തല്ലിയാടാ. അടിച്ചു പോയി സാറേ. ഇത് അടിച്ചു പോയി ചെറുക്കൻ, അടിച്ചു പോയി. ആരാണ് നിനക്ക് അവരെ തല്ലാൻ അധികാരം തന്നത്? അടിക്കാൻ പാടില്ല സാറേ. ഒരു സ്ത്രീന് പോലും. എന്നോടാ നീ പറഞ്ഞ? എന്താണ് ആ പെണ്ണിന്റെ മോറ് കാണുന്നത്? അടിച്ച പാടാ. നിന്നോട് ആരാ പറഞ്ഞ അവൾക്കിട്ട് അടിക്കാൻ? അടിക്കാൻ പറയുക. ഇവിടെ വഴിയെ പോണവര് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യക്കിട്ട് അടിക്കോളാ. സാർ ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ് സാറേ. അപ്പൊ പറയുമ്പോ ഒന്ന് അടിച്ചു പോയി അല്ലേ സാറേ? വഴക്ക് പറയണ്ട. പറയുന്നത് ഉണ്ണേട്ടൻ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇന്ന് വരെ അടിയില്ല. നിഷ്കളങ്കനാണ്. ഇയാള് പറഞ്ഞിട്ടാണ്. ആരെയാള്? എന്താ എന്റെ പേരെന്താണ്? സുഗതൻ. നിന്നെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. നീക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാ? എനിക്കൊരു പരിചയം ഉണ്ട് പോലെ തോന്നുന്നു. മിണ്ടായിരിക്കടാ. ഇല്ല, വന്നിട്ടില്ല. ഏയ്, നീ ഇവിടെ വന്നിട്ടുണ്ടല്ല. എന്താ ഇയാളുടെ പണി? അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ അങ്ങനെയൊന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തിങ്ങനെ നിൽക്കുക മാത്രമേ. ഈ പെണ്ണിനെ തല്ലാൻ പറയാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ഒരു നാട്ടു നടപ്പ് പറഞ്ഞതാ. എന്ത് നാട്ടു നടപ്പ്? അല്ല, ഈ എന്തിനേതിനും ഭർത്താവിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ട് നടക്കണവരെ ഒന്ന് കൊടുത്ത ഭാര്യ ഭർത്താവിന്റെ പരിധിയിൽ നിൽക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലി ഞാനൊന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ. എവിടാ പഴഞ്ചൊല്ലി? അല്ല, പൊതുവെ അങ്ങനെ ഒരു പൊതുവെ അങ്ങനെയാണല്ലോ ആണുങ്ങളോടൊക്കെ പറയാ. അത് നീ അങ്ങോട്ട് തീരുമാനിക്കണ. എടാ, നീ അയാൾ പറഞ്ഞാൽ നീ നിന്റെ ഭാര്യനെ തല്ലു. തെറ്റ് പറ്റിപ്പോയി സാറേ. സ്ത്രീ അടിക്കാനുള്ള അധികാരം ഇന്ത്യക്കില്ല. എന്നെ വകുപ്പുകളും പഠിപ്പിക്കണം. ചവിട്ടിക്കൂട്ടും ഞാൻ. മിണ്ടാതെന്നോളാം. എടാ, സ്ത്രീകളെ ഉപദ്രവിച്ചാലുള്ള ശിക്ഷ എന്താന്ന് നിനക്കറിയാമോ? ഇല്ല. IPC 498A പ്രകാരം 3 കൊല്ലം നീ അകത്ത് കിടക്കും. ജാമ്യം പോലും കിട്ടൂല. റോട്ടിലിട്ട് കണ്ണി കണ്ടവന്റെ ബാക്കും കേട്ട് ഭാര്യനെ തല്ലിച്ചാച്ചിട്ട് അവൻ ഇന്ത്യയിലെ നിയമം എന്നെ പഠിപ്പിക്കണ. എടാ, സ്ത്രീകളെ തല്ലാൻ പ്രേരിപ്പിച്ചാലുള്ള ശിക്ഷ നിനക്കറിയാവോ? ഇല്ല സാർ. IPC 34 പ്രകാരം നീയും കിടക്കും 3 കൊല്ലം. നീ കണ്ണി കണ്ട കാര്യത്തിലൊക്കെ ഇടപെടുവല്ലേ? അല്ല, വേണ്ടപ്പെട്ടവരൊക്കെ. എന്ത്? നീ തൊപ്പി വെച്ചിട്ട് നീ ഇരിക്കണ ഇവിടെ. നീ ഇരിക്കും. നീ നിയമം നടപ്പാക്ക്. വേണ്ട സാർ. ഇടപെടാൻ നടക്കണം. തണ്ടൽ ഞാൻ ചവിട്ടി ഞാൻ കലക്കി ഞാൻ കളയും. ഞാൻ കണ്ണി കണ്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടാ. വയസ്സായില്ല സാർ. എന്താ കേസിന്റെ പഴുതിന്റെ ഒഴിവാക്കി കളഞ്ഞ. നിങ്ങൾ പുറത്തേക്ക് നിൽക്ക്. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി. അല്ല സാറ്, ഉണ്ണേട്ടൻ പാവമാണ്. അതൊന്നും സാരല്ല. ഇനി ആരുടെയും ബാക്കിയായിട്ട് നിങ്ങളാവും തല്ലൂല. ഞാൻ കൈകാര്യം ചെയ്തോളാം. പുറത്തേക്ക് നിൽക്ക്. മാറി കളികള്. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. അതെ, സാറന്മാരോട് ഇങ്ങനെ തട്ടിക്കയറി പറയുന്നൊരു ബഹുമാനം വേണം. എന്തേ? അല്ല, സാറന്മാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറ്. നിനക്ക് ഇതിലും ഇടപെടണോ? വേണ്ട. ഇടപെടണോ നിനക്ക്? വേണ്ട സാർ. ആ മൂലക്കൊക്കെ മാറിക്കടാ. നീ ഇവിടെ നീ ഇവിടെ നീ മൂലക്ക് പോടാ. ആരാണ് ഇവനൊക്കെ കളി കയറ്റി വിടാ? എങ്ങാട് സാറിന് കണ്ടോളാൻ പറഞ്ഞു വന്നിട്ട് വായി കിടക്കണ ഇറക്കിയിട്ട് വർത്താനം പറയടാ. അതിന്നെ എന്റെ നീരാണ് ഇത്. സാറിന്റെ അനിയൻ അടിച്ചാണ് എന്റെ മുഖത്ത്. അനിയൻ അടിച്ച? എന്തിന്? അതിന്റെ അവകാശത്തിൽ പെട്ടത് ഓനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓന്റെ അവകാശമാണ് ഇക്ക അർഹതപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എളാപ്പ ഇടപെട്ട്. അപ്പൊ എന്റെ ഇക്ക അവകാശത്തിൽ കിട്ടേണ്ടത് ഓനക്ക് കൊടുക്കണമെന്നും ഓന്റെ അവകാശത്തിൽ പെട്ട് ഇജ്ജ് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് സംസാരിച്ച് ആദ്യം ഒത്തുതീർപ്പാക്കിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ വന്നിട്ട് പിന്നെ അയൽവക്കത്തുള്ള ഒരാൾ വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞത് നടക്കില്ല, നിങ്ങളെല്ലാരും കൂടി എന്നെ പറ്റിക്കാണ്. നിർത്തിയേ. ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിത്താ. എന്താ നീ പറയണേ? എന്താ നിന്റെ ആവശ്യം? എന്റെ ആവശ്യം എന്റെ അവകാശപ്പെട്ടത് കിട്ടണല്ലോ. നീ അവിടെ പോയി മൂലക്ക് കിടാ. നീ ആരുടെ എന്താ അവകാശത്തിന്റെ കാര്യമോ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവില്ല. നീ തെളിച്ചു പറ. സാർ, എന്റെ വാപ്പാടെ ഞങ്ങക്ക് മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്താണ്. അപ്പോ ആദ്യം ഞങ്ങള് ഇങ്ങനെ എളാപ്പ വന്ന് ഇടപെട്ടിട്ട് വീടും 25 സെന്റ് സ്ഥലമൊക്കെ ഇക്കെന്നും പറഞ്ഞ് ഓനിക്ക് ആ 12 സെന്റ് സ്ഥലവും പീഡിയ റൂമുകളും കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തുതീർപ്പായി. ഒരുവിധം ഞങ്ങൾ എന്നാ ശരി എന്നാ അങ്ങനെ ആവട്ടെ, കുടുംബ ബന്ധം തകർക്കണ്ടല്ലോ വെച്ചിട്ട് ആ ഒരു നിലയിൽ ഇങ്ങനെ വന്ന് നിൽക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അയൽവക്കത്തുള്ള സുഗതേട്ടൻ വന്ന്. അപ്പൊ ഈ സുഗതം വന്ന് ഇടപെട്ടതിന് ശേഷമാണ് നിങ്ങളുടെ അനിയൻ നിങ്ങളെ തല്ലിയത് അല്ലേ? ആ, ഓനിന്നെ തല്ലി. വന്നതും പോയതും നിന്നതും എല്ലാം സുഗതം തന്നെയാണല്ലത്. അതാ നിക്കണ സുഗതേട്ടൻ. ഇവനാ? ഈ സുഗതനാണ് നിങ്ങളുടെ കാര്യത്തിൽ? സുഗതേട്ടനാണ് എന്റെ കാര്യത്തിൽ. നീ അവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെട്ട് ആ പെണ്ണിനെ തല്ലുകൊള്ളിച്ച്, ഇവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് ഇയാൾക്കിട്ട് തല്ലുകൊള്ളിച്ച്,
നീ ആരുടെയൊക്കെ എവിടെയൊക്കെ പ്രശ്നത്തിൽ ഇടപെട്ടുണ്ടാ? എന്തൊക്കെയാണ് നീ ആക്കിയേക്കണ? ഇത്ര പ്രായമായി പോയല്ലേ, എന്താ നിന്നെ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ലാട്ടല്ല. അവസാനമായിട്ട് നിന്നോട് ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതെ അവനവന്റെ കാര്യം നോക്കി നടന്ന അവനവന് കൊള്ളാം. ഇതൊന്നും അവനോട് പറയോ സാറേ? ആരോട്? എന്റെ അഞ്ചനോട്. ന്യായം മായം മറിമായം